3, 2, 1. We have ignition and we have liftoff. 1977 ഓഗസ്റ്റ് 20 വോയേജർ 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നും ലോഞ്ച് ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 5-ന് വോയേജർ 1ഉം ലോഞ്ച് ചെയ്തു. സോളാർ സിസ്റ്റത്തിലെ അവസാന 4 ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുക എന്നതായിരുന്നു വോയേജർ മിഷൻ്റെ പ്രാഥമിക ഉദ്ദേശം. എന്നാൽ ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ മിഷനുണ്ടായിരുന്നു. വോയേജർ 2 ആണ് ആദ്യം ലോഞ്ച് ചെയ്തതെങ്കിൽ പോലും വോയേജർ 1 പിന്നീട് മുന്നിലെത്തുന്ന രീതിയിലാണ് അവയുടെ വേഗതയും സഞ്ചാരപാതയും ക്രമീകരിച്ചിരുന്നത്. വോയേജർ 1 1979 മെയ് 5-ന് വ്യാഴത്തിനടുത്തും 1980 നവംബർ 9-ന് ശനിയുടെ അടുത്തും എത്തി. ഇതോടെ വോയേജർ 1ൻ്റെ പ്രൈമറി മിഷൻ അവസാനിച്ചു. അടുത്തതായിരുന്നു ഇവയെ മറ്റു സ്പേസ് മിഷനുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കിയ ദൗത്യം. ഇൻ്റർസ്റ്റെല്ലാർ മിഷൻ. സൂര്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയായ ഹീലിയോസ്ഫിയറിന് പുറത്തു കടക്കുക എന്നതായിരുന്നു അത്. ശനിയുടെ ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിച്ച് വോയേജർ 1 ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലേക്കുള്ള യാത്ര ആരംഭിച്ചു. 2012 ഓഗസ്റ്റ് 25-ന് വോയേജർ 1 ഹീലിയോസ്ഫിയർ ബൗണ്ടറിയായ ഹീലിയോപോസ് ക്രോസ് ചെയ്തു. എന്നാൽ ഇത് സ്ഥിരീകരിച്ചത് വീണ്ടും ഒരു വർഷത്തിന് ശേഷം 2013 ഏപ്രിൽ 9-നാണ്. ചരിത്രത്തിലാദ്യമായി ഒരു മനുഷ്യനിർമ്മിത വസ്തുവും ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലെത്തി എന്നൊരു അത്യപൂർവ നേട്ടമായിരുന്നു അത്. യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും പഠിച്ച ശേഷം വോയേജർ 2ഉം ഇതേ യാത്ര ആരംഭിക്കുകയും 2018 നവംബർ 5-ന് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ സ്പേസ് ക്രാഫ്റ്റ് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുമെന്നത് നാസയ്ക്ക് ഉറപ്പായിരുന്നു. ഈ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ഇത് അന്യഗ്രഹ ജീവികളെ അഥവാ ഏലിയൻസിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയും നാസ പരിഗണിച്ചു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നാസ അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കരുതി വച്ചിരുന്നു. ഗോൾഡൻ റെക്കോർഡ്. എർത്തിനെയും അതിൻ്റെ സവിശേഷതകളെയും അടയാളപ്പെടുത്തുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു റെക്കോർഡായിരുന്നു അത്. ഒരു റെക്കോർഡ് പ്ലെയറും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു. പല ഭാഷകളിലായുള്ള ഗ്രീറ്റിംഗ്സ്, മ്യൂസിക്, ഭൂമിയിലെ പലതരം ശബ്ദങ്ങൾ, ഇതിനോടൊപ്പം 115 ചിത്രങ്ങളുമാണ് ഗോൾഡൻ റെക്കോർഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കുന്നത് ഇത് മാത്രമായിരിക്കും. ഗോൾഡൻ റെക്കോർഡ് ഒരു ഡിജിറ്റൽ ഡിസ്ക് അല്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളെല്ലാം JPEG പോലുള്ള ഡിജിറ്റൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യുക അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് സാധ്യമായിരുന്നില്ല. വോയേജറിൻ്റെ കമ്പ്യൂട്ടർ മെമ്മറി ആകെ 69 KB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ നാസ അന്നത്തെ കാലത്ത് സാധ്യമായിരുന്നുള്ള മറ്റു വഴികൾ സ്വീകരിച്ചു. ചിത്രങ്ങൾ ശബ്ദങ്ങളാക്കി സ്റ്റോർ ചെയ്യുക എന്നതായിരുന്നു അത്. അതായത് ഈ റെക്കോർഡിൽ ഉൾപ്പെടുത്തിയ ചിത്രങ്ങൾ കാണണമെങ്കിൽ ഈ ശബ്ദങ്ങൾ ഡീകോഡ് ചെയ്യണം. ഇത് ഡീകോഡ് ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങൾ റെക്കോർഡിൻ്റെ കാറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡയഗ്രാം കാണിക്കുന്നത് ഹൈഡ്രജൻ്റെ 2 ലോവർ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ്. ഈ ട്രാൻസിഷൻ നടക്കുമ്പോൾ കൃത്യം 21 സെൻറ്റിമീറ്റർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ റിലീസ് ചെയ്യും. അതായത് 1420 മെഗാഹെർട്സ് ഫ്രീക്വൻസി. ഇതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 7.042 × 10⁻⁻10 എന്ന് കിട്ടും. 0.7 നാനോ സെക്കൻഡ്സ്. ഈ നമ്പറാണ് ബാക്കി ഡയഗ്രാംസ് എല്ലാം ഡീകോഡ് ചെയ്യുന്നതിനാവശ്യമായ കീ. ടോപ്പ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഡയഗ്രത്തിന് ചുറ്റും ബൈനറി നമ്പറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റി നേരത്തെ കിട്ടിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റെക്കോർഡിൻ്റെ കറക്റ്റ് റൊട്ടേഷൻ സ്പീഡ് കിട്ടും. ഈ സ്പീഡിൽ പ്ലേ ചെയ്താൽ വ്യത്യസ്ത ലാംഗ്വേജുകളിലുള്ള ഗ്രീറ്റിംഗ്സും മറ്റും കേൾക്കാൻ തുടങ്ങും. धरती के वासियों की ओर से नमस्कार. Hello from the children of planet Earth. പിന്നാലെ മ്യൂസിക്കും ഭൂമിയിൽ നിന്നുള്ള മറ്റു ശബ്ദങ്ങളും. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഡയഗ്രാം ഡീകോഡ് ചെയ്താൽ ചിത്രങ്ങൾ ലഭിച്ചു തുടങ്ങും. ആദ്യ ചിത്രം ഒരു സർക്കിളായിരിക്കും. ശരിയായി ഡീകോഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള സൂചനയാണിത്. അതിനുശേഷം ഭൂമിയെയും ഇവിടുത്തെ ജീവിതത്തെയും റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റു ചിത്രങ്ങൾ കാണാൻ സാധിക്കും.
നമ്മൾ ഇതുവരെ ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച സ്പേസ് ക്രാഫ്റ്റുകളിൽ ഒന്നാണ് വോയേജർ. 40 വർഷത്തിനിപ്പുറവും അത് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് വോയേജർ എടുത്ത ഏറ്റവും പ്രശസ്തമായ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന ഫോട്ടോ. സ്പേസ് ക്രാഫ്റ്റിലെ പവർ സേവ് ചെയ്യാൻ ക്യാമറ ഓഫാക്കുന്നതിന് തൊട്ട് മുൻപാണ് ഭൂമിയുടെ ഈ ഫോട്ടോ എടുത്തത്. ഭൂമിയുടെ മാത്രമല്ല, സോളാർ സിസ്റ്റത്തിൻ്റെ മൊത്തം ഒരു ഫാമിലി പോർട്രേറ്റ് ആയിരുന്നു അത്. 2030 വോയേജറിൻ്റെ പവർ പൂർണ്ണമായും നഷ്ടമാകും. ഇതോടെ ഈ സ്പേസ് ക്രാഫ്റ്റുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടും. പക്ഷേ വോയേജർ ഇൻറ്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ യാത്ര തുടരും. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളവയിൽ വെച്ച് വേഗതയിൽ 2ാം സ്ഥാനക്കാരനാണെങ്കിൽ പോലും ഇത് അടുത്തൊരു സ്റ്റാറിനടുത്തെത്തണമെങ്കിൽ വീണ്ടും 40,000 വർഷമെടുക്കും. ഇത് എന്നെങ്കിലും അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടുമോ എന്നറിയില്ല. ഇതിനെക്കുറിച്ച് ഗോൾഡൻ റെക്കോർഡിന് നേതൃത്വം നൽകിയ കാൾ സേഗൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. There is at least a chance that sometime in the remote future, one of the Voyagers will be intercepted and examined. We thought it would be impolite not to say hello.